കൂടുന്നു. ഇവിടെ ഡോപ്പമൈൻ സെറോട്ടോണിൻ്റെ പ്രശ്നം കാരണം ചിന്തകൾ ഏറിയും കുറഞ്ഞും വരുന്നു. തമ്മിലെന്താ വ്യത്യാസം? ആ ഇൻസുലിൻ്റെ പ്രവൃത്തിയെ അത് കറക്റ്റ് ചെയ്യുന്നതിലൂടെ ഷുഗർ കറക്റ്റഡ് ആവുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഹോർമോണുകളുടെ വ്യതിചലനം കറക്റ്റ് ചെയ്യുന്നതിലൂടെ ചിന്തകൾ ഓക്കെ ആവുന്നു. യാതൊരു വ്യത്യാസമില്ല. പക്ഷേ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സൈക്കാട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശദീകരണം ഇല്ലാത്ത, അതെ, തീർച്ചയായിട്ടും അതിൽ നിന്നാണ് ഈ സ്റ്റിഗ്മ ഉണ്ടായത്, അല്ലേ? മനസ്സിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ, മനസ്സിനൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കാട്രിസ്റ്റിനെ കാണും, അയ്യോ വേണ്ട, രോഗം, മനോരോഗം. പിന്നെ ഒരു വലിയ തെറ്റിദ്ധാരണ ഈ ഇതിൻ്റെ ചികിത്സകളെക്കുറിച്ച്. മനസ്സിൻ്റെ സൈക്കാട്രി മരുന്നുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ല, അത് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കണം. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ എവിടെ നിന്നാണ് വന്നത്? ഇപ്പം ഒരാൾക്ക് ഡിപ്രഷനുണ്ട്, ഒരാൾക്ക് പേടിയുണ്ട്. ആ പേടിയോ ഡിപ്രഷനോ മാറാൻ വേണ്ടി മരുന്നെടുക്കുന്നു. അപ്പോൾ മരുന്നെടുത്ത് കഴിയുമ്പോൾ ആളുകളുടെ പേടി, ഡിപ്രഷൻ കുറയുന്നു. അതൊരു ന്യൂട്രൽ ലെവലേ ആവുന്നുള്ളൂ. ഈ മരുന്നിന് ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ